ജോർജ് കള്ളിവേൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് തന്നെ തുടങ്ങുകയാണ്. അതായത് ട്രംപ് അമേരിക്ക ഒരു താരിഫ് യുദ്ധം ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, അതിലൂടെ കാര്യം സാധിച്ചെടുക്കുന്നുവെങ്കിൽ മറുഭാഗത്ത് ഇന്ത്യ ആകട്ടെ താരിഫേ വേണ്ട, താരിഫ് മുക്തമായി നമുക്ക് വ്യാപാരത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തിക ലാഭമുണ്ടാക്കുകയല്ല, മറിച്ച് ജനക്ഷേമമാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു മുദ്രാവാക്യം കൂടി ഇതിലൂടെ ഉയർന്നു വരികയല്ലേ. ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയമായി കൂടി ഇതിനെ നോക്കിക്കാണാൻ സാധിക്കില്ലേ? ഇതിന് തീർച്ചയായിട്ടും നമ്മുടെ പി എം നാരായണൻ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇതൊരു പഴയകാല രീതികളിൽ നിന്നുള്ള വലിയൊരു മാറ്റം കൂടിയാണ്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ആഗോള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ട് അതിൻ്റെ ഇക്വേഷൻസിൽ മാറ്റം വരുത്തിക്കൊണ്ട് ട്രേഡിനെ ഒരു ഒരു വലിയ തോതിൽ ഒരു ആയുധമാക്കി മാറ്റിക്കൊണ്ട് അണ്വായുധം പോലെ ഉപയോഗിക്കുന്ന ട്രംപിൻ്റെ ആ ഒരു ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ചിരിക്കുന്ന യുദ്ധത്തിലൂടെ വന്നുപെട്ടിരിക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട്. ആ മാറ്റത്തിൽ ഇന്ത്യക്ക് വളരെ അനിവാര്യമായിരുന്നു, ഇന്ത്യക്ക് മാത്രമല്ല ബ്രിട്ടനും മറ്റു രാജ്യങ്ങൾക്കുമെല്ലാം വളരെ അനിവാര്യമായിരുന്നു ഇനിയുള്ള ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി വലിയ തോതിൽ പരസ്പരം കൈകോർത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുക, അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ നിലയിൽ ഇതെല്ലാവർക്കും ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ പോലെ ഈ വിപണി തുറന്നു കൊടുക്കുന്നു എന്നതൊരു പ്രധാന കാര്യമാണ്. പ്രൊഫഷണലുകൾക്കുള്ള കൈമാറ്റം, അത് നമുക്കറിയാം. നേരത്തെ ഡോക്ടർമാരും വളരെയധികം നഴ്സുമാരും മാത്രം പൊയ്ക്കൊണ്ടിരുന്നിടത്ത് അതായിരുന്നു കൂടുതലായി ഉണ്ടായിരുന്നത്. ആരോഗ്യ മേഖലയിൽ നിന്ന് മാറി എല്ലാ മേഖലയിലേക്കും കടക്കുകയാണ്. അത് വലിയ തോതിൽ ഉപകാരം ചെയ്യും. പക്ഷേ ഇത് ബ്രിട്ടൻ ഇതിനെ കാണുന്നത്, നമ്മൾ ഇന്ത്യക്ക് സംബന്ധിച്ചോളം ഇന്ത്യയുടെ നേട്ടങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ച് ഇവിടുത്തെ ഗോവയിലെ ഫെനി മുതൽ നമ്മുടെ ഇന്ത്യൻ മദ്യങ്ങൾ, ഇന്ത്യയിൽ ഇപ്പോൾ ഒത്തിരി സ്കോച്ച് വിസ്കിയെ കടത്തിവിട്ടുന്ന സിംഗിൾ മാൾട്ടും വിസ്കികളും ഒക്കെ ഇന്ത്യൻ നിർമ്മാതാക്കൾ ഇറക്കുന്നുണ്ട്. അത് അങ്ങോട്ടും കൊടുക്കാൻ കഴിയും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ എല്ലാം വില പകുതിയാക്കി കുറച്ചിട്ടുണ്ട്. അത് പിന്നീട് 10 വർഷത്തിനകം 30% ആക്കി കുറയ്ക്കും. അപ്പോൾ വലിയ തോതിൽ വില കുറയും. അപ്പോൾ ഈ മാർക്കറ്റ് മുഴുവൻ ഏതാണ്ട് തുറന്നു കൊടുക്കുകയാണ്. അവിടെ നമ്മളിന്ന് കീർ സ്റ്റാമർ UK പ്രൈം മിനിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. അവർ ലാൻഡ് ബാക്ക് trade deal with India is a major win for India, Britain. It will create thousands of British jobs across UK, unlock new opportunities for business and drive growth in every corner of the country, delivering our plan for change. എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് $6 ബില്യൺ, അതായത് 6 ബില്യൺ പൗണ്ട്, 600 കോടിയുടെ പൗണ്ടിൻ്റെയാണ്. ഒരു പൗണ്ട് ഏതാണ്ട് 100 രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും വ്യാപാരവും ഇന്ത്യയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുവഴി അവിടുത്തെ വിപണിയിൽ വലിയ ഉത്തേജനമുണ്ടാകും, അവിടുത്തെ സമ്പദ്ഘടനയിൽ വലിയ ഉത്തേജനമുണ്ടാകും. അവിടെ ആയിരക്കണക്കിന് പുതിയ തൊഴിലുകൾ ഉണ്ടാകുമെന്ന് അവിടുത്തെ സെക്രട്ടറിമാരും ഇന്ന് പറയുന്നുണ്ട് വിശദമായിട്ട്. അതായത് 18 ഇന്ത്യൻ ഫേംസ് അവിടെ എനർജി മേഖലയിൽ മാത്രം നിക്ഷേപത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഇന്ത്യയിൽ നിന്നുള്ള വൻകിട വ്യവസായികളുടെ നിക്ഷേപം അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എന്നാൽ തിരിച്ച് നമ്മളെ സംബന്ധിച്ചോളം, ഇന്ത്യയെ സംബന്ധിച്ചോളം, ഇന്ത്യക്കും ഈ തുറന്നു കിട്ടിയ ഈ അവസരമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വാതിൽ തുറന്നു കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ വാതിലിലൂടെ എന്തൊക്കെ ഭംഗിയായി കടത്തിക്കൊണ്ടുപോയി അപ്പുറത്ത് കടത്തി നമുക്ക് നേട്ടം കൊയ്യാൻ കഴിയും എന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ 1 വർഷം എടുക്കും ഇപ്പോഴത്തെ ഈ സ്വതന്ത്ര വ്യാപാര കരാർ FTA നടപ്പിലാകാനായിട്ട്. 1 വർഷമെങ്കിലും. കാരണം ഇത് ഇന്ത്യയിലെ പോലെയല്ല. ഇവിടെ ക്യാബിനറ്റ് ചൊവ്വാഴ്ച അംഗീകരിച്ചിരുന്നു. പക്ഷേ ബ്രിട്ടനിൽ ഇത് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റ് എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് ഇത് അംഗീകരിച്ച ശേഷം മാത്രമാണ് ഇത് കരാർ നടപ്പിലാക്കാൻ കഴിയൂ. ഈ 1 വർഷത്തെ ഈ കാലയളവ് കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ പ്രോഡക്ട്സിനെ ആഗോള വിപണിയിൽ സ്വീകാര്യതയുള്ളതാക്കി മാറ്റുക. നമുക്കറിയാം, നമ്മുടെ മത്സ്യ കയറ്റുമതി അങ്ങോട്ട് കയറ്റുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് ബ്രിട്ടനിൽ നിന്ന് സാൽമൺ മത്സ്യം, അതാണ് ഈ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന മത്സ്യമാണ്. അത് വിദേശത്ത് നിന്ന്, അമേരിക്കയിൽ നിന്നും ഒക്കെ ഇങ്ങോട്ട് കയറ്റുമതി ചെയ്താൽ ഇവിടുത്തെ മത്സ്യവിപണിയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം വേറെയല്ല. നമ്മുടെ ഈ മിൽക്ക് പ്രോഡക്ട്സ്, നമ്മുടെ ക്ഷീര ഉൽപ്പന്നങ്ങൾ,
അത് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു വെല്ലുവിളി ഇങ്ങോട്ട് നേരിടുന്നുണ്ട്. കാരണം അവരുടെ കയ്യിൽ കുറെ കൂടെ ക്വാളിറ്റി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബ്രാൻഡഡ് പ്രോഡക്ട്സ്, ക്വാളിറ്റിയൊക്കെ കൂടുതൽ ഈ പൊതുസമൂഹത്തെ വിപണിയിൽ കൈയടക്കാൻ കഴിയുന്ന രീതിയിൽ ബ്രാൻഡഡ് പ്രോഡക്ട്സ് അവർക്ക് കൂടുതലുണ്ട്. അത് കാർ വിപണിയിൽ ഇപ്പം നമുക്ക് നമ്മുടെ മഹീന്ദ്ര, നമ്മുടെ ടാറ്റ, നമ്മുടെ മറ്റ് കമ്പനികൾക്ക് അങ്ങോട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ അടക്കമുള്ളവയിൽ കടന്നു കയറാൻ കഴിയും. അതേസമയം അവരുടെ ബ്രാൻഡഡ് പ്രോഡക്ട്സ് റോൾസ് റോയ്സ് മുതൽ ഇങ്ങോട്ട് വരുന്ന ടാറ്റയുടെ കയ്യിലുള്ള റേഞ്ച് റോവറും ഒക്കെ മാറ്റിയാൽ ഇത് നമ്മുടെ മേഖലയിലും ഇത് പലതരത്തിലുള്ള സ്വാധീനം ചെലുത്തും. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇതൊരു വലിയ അവസരമാണ്. ഈ അവസരത്തെ നമ്മുടെ ഭാവിയിലേക്കുള്ള അത് എല്ലാ ഫ്രീ ട്രേഡ് അഗ്രിമെന്റുകളെയും സ്വതന്ത്ര വ്യാപാര കരാറുകളെയും, അത് യൂറോപ്യൻ യൂണിയനും ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കൊള്ളട്ടെ, ഇനിയിപ്പം നമുക്കറിയാം നമ്മുടെ ഓസ്ട്രേലിയ ആയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഉണ്ട്, മറ്റ് രാജ്യങ്ങളെല്ലാമായിട്ട് ആഫ്രിക്കൻ കൺട്രീസുമായിട്ട് പോലും നമ്മൾ കുറെ കൂടെ വിപണി, അവരുടെ വിപണി തുറന്നു കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഒക്കെ വലിയ തോതിൽ നമുക്കറിയാം ഈ ഇത്തരത്തിൽ അവരുടെ വിപണിയിൽ കൈകോർക്കാനായിട്ട് വരുന്നുണ്ട്. എന്തായാലും വിപണി തുറന്നു കിട്ടുന്നത് നമ്മൾ തുറന്നു കൊടുക്കുന്നതും അതിൻ്റെ അപകടം പോലെ തന്നെ അതിൻ്റെ അവസരങ്ങളുമുണ്ട്. ഈ അവസരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്തുവാനുള്ള കൃത്യമായ കർമ്മപദ്ധതി ഇവിടുത്തെ സർക്കാരുകളും നമ്മുടെ പൊതുസമൂഹവും നമ്മുടെ വ്യവസായ സമൂഹവും നമ്മുടെ കർഷകരും ഒക്കെ, കർഷകരെ ചുമ്മാ കർഷകർക്ക് നേട്ടമാകുമെന്ന് പറഞ്ഞാൽ പോരാ, കർഷകർക്ക് അത് എങ്ങനെ, നമുക്കറിയാം നമ്മുടെ റബ്ബറും നമ്മുടെ കുരുമുളകും ഒക്കെ എങ്ങനെ ഈ ശ്രീലങ്കയുമായിട്ടുള്ള കരാർ വഴി നമ്മുടെ കുരുമുളക് അവിടെ നിന്ന് വില കുറഞ്ഞത് കുരുമുളക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് നമ്മുടെ വിപണിയെ തകർത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളെ നേരിടാൻ നമ്മൾ കൃത്യമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അത് നമ്മുടെ എല്ലാ മേഖലയിലും, അത് തുകലുൽപ്പന്നങ്ങളെ വസ്ത്ര മേഖലയും മാത്രമാണ് നമുക്ക് വലിയ കംപ്ലൈന്റ് ഇല്ലാതെ, വിദേശത്ത് അവർക്ക് നമ്മുടെ വസ്ത്രങ്ങളോട് വലിയൊരു ഒരു 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 ബഹുമാനമുണ്ട്. നമ്മളൊക്കെ ഒത്തിരിയേറെ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ടെക്സ്റ്റൈലുകൾ, അതായത് ഇന്ത്യൻ ഷർട്ടിനും ഇന്ത്യൻ്റെ വസ്ത്രങ്ങൾക്കും അവിടെ പോലും ഡിമാൻഡുണ്ട്. അമേരിക്കയിൽ ചെന്നാലും അതെ, ജർമ്മനി ചെന്നാലും അതെ, ഇംഗ്ലണ്ടിൽ ചെന്നാലും അതെ. അപ്പൊ ഇതൊരു ആ മേഖലയിൽ ഒഴിച്ച് മറ്റെല്ലാ മേഖലയിലും നമുക്ക് അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇതുവരെ, ഇന്ത്യക്ക് വേണ്ടത്ര നല്ല മികച്ച സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പലതും ലോകോത്തര നിലവാരമുള്ളതാണ്. അവർക്ക് നമുക്ക് കോമ്പറ്റീറ്റീവ് പ്രൈസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾക്കറിയാം, നമ്മുടെ മാനവശേഷി ഇവിടെ തൊഴിൽ ഏറ്റവും വില കുറച്ച്, അതാണ് അവിടെ ബ്രിട്ടൻ ഇന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടനിലേക്ക് നമ്മുടെ സാധനങ്ങൾ അവർക്ക് കൂടുതൽ, അവിടുത്തെ ബ്രിട്ടീഷുകാർക്ക് വില കുറഞ്ഞ രീതിയിൽ കിട്ടും, നിങ്ങൾക്ക് കുറെ കൂടെ മെച്ചപ്പെട്ട സാധനങ്ങൾ എന്നാണ് ഇന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അവർക്ക് അവരുടെ വിപണിയിലേക്ക് ഇന്ത്യൻ സാധനങ്ങൾ വലിയ തോതിൽ. എന്തായാലും ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ കുതിപ്പ് ആകട്ടെ എന്ന്, അതിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഇനി അതിനെ ശരിയായി വിനിയോഗിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്.